പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് അവരില്ലെങ്കിൽ ഈ സമൂഹം നിലനിൽക്കത്തില്ല എന്നാണ്. അവരുൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിലെ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്, അതിൻ്റെ ജയകരമായ നടത്തിപ്പിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് അവരാണ് എന്ന ചിന്തയാണ് അവരെ ഭരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണജനകമായ ചിന്ത അവരുടെ ഉള്ളിൽ വളരാൻ കാര്യം. എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല. അവർക്ക് യാഥാർത്ഥ്യമറിയാം, യാഥാർത്ഥ്യ ബോധമുണ്ട്. അതുകൊണ്ട് ആ വക അവകാശവാദങ്ങൾക്കൊന്നും അവർ മുതിരാറില്ല. അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരെയൊക്കെ ഒന്ന് അടുത്തറിഞ്ഞാലേ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇവരുടെ അവകാശവാദം എവിടെ വരെ ഉണ്ടെന്ന്. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ അനുദിനം നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം കുറെ കൂടി വ്യത്യാസപ്പെടുത്താൻ കഴിയുമെന്നുള്ളതിന് തർക്കമില്ല. പലർക്കും നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള സന്ദേശമല്ല. എന്നും വിടുതൽ, എന്നും അനുഗ്രഹം, എന്നും സൗഖ്യം. ആരാ പറഞ്ഞ സൗഖ്യം തരത്തില്ലെന്ന്? ആരാ പറഞ്ഞ വിടുതൽ തരത്തില്ലെന്ന്? നീ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. അതാണ് കർത്താവ് പഠിപ്പിച്ച പാഠം. വചനത്തിൽ ഒരു സ്ഥലത്ത് രോഗസൗഖ്യം കേൾക്കുമ്പോൾ അങ്ങോട്ടോടും, വേറൊരിടത്ത് പ്രവചനം കേൾക്കുമ്പോൾ അങ്ങോട്ടോടും. എല്ലാ പ്രവചനങ്ങളും അടങ്ങിയൊരു പുസ്തകമായത്. നമ്മുടെ ജീവിതത്തിലെ ഇന്നലകളും ഇന്നും നാളെയും ഒക്കെ ഉള്ള സകല കാര്യങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. ആകയാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി കുറിച്ച് വെച്ചതെല്ലാം നിങ്ങളുടെ കയ്യിലിട്ട്. ഹിന്ദിയിൽ ഇങ്ങനൊരു മൊഴിയുണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയുന്നതാണ്. ധന ധന പെ ലിഖാഹെ ഖാനെ വാലെ ക നാം. ഓരോ അരിമണിയുടെ പുറത്തും അത് തിന്നേണ്ടയാളിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന്. ശരിയല്ലേ? അർഹിക്കുന്നതൊന്നും ആരും തടയത്തില്ല. അർഹിക്കപ്പെട്ടതെല്ലാം തക്ക സമയത്ത് നമ്മുടെ കരങ്ങളിലെത്തും. നമുക്ക് കർത്താവിനെ കാത്തിരിക്കാം. ഇന്നും യേശുവിനോടുകൂടി നമുക്ക് യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കട്ടെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോ ഒന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ഇത് വളരെ പ്രസക്തമായ ഒരു ചിന്തയും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഉപദേശങ്ങളിലൊന്നുമാണ്. പ്രത്യേകിച്ച് പറയട്ടെ, വിരസത തോന്നരുത്. സൗഖ്യം തരില്ലെന്ന് ആര് പറഞ്ഞു? കർത്താവിൻ്റെ വചനത്തിൽ സൗഖ്യമുണ്ട്. കർത്താവിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ സൗഖ്യമുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊന്നും ആർക്കും തടയാൻ ഒക്കില്ല. ഇതെല്ലാം അങ്ങനെ തന്നെയുള്ള കാര്യങ്ങളാണ്. അതും യാതൊരു മായവും ചേർക്കാതെ ഞാൻ പറയുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നിങ്ങളുടെ ഓരോ അനുഗ്രഹങ്ങളും യാതൊരു കാരണവശാലും തടയാൻ ദൈവം സമ്മതിക്കത്തില്ല. പുസ്തകം 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പറഞ്ഞത് ചുരുക്കമായിട്ടങ്ങ് തീർക്കട്ടെ. എത്ര നൂറ്റാണ്ട് ആ ഭൂമിയുടെ മേൽ വെള്ളം കിടന്നിരുന്നു എന്ന് ആർക്കും അറിയില്ല. എന്നാൽ ദൈവം തക്ക സമയത്ത് അവിടെ തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ഇന്ന് നാം കാണുന്ന ഈ ഭൂമി ഇത്രത്തോളം സുന്ദരമാക്കി തീർത്തു എന്നുള്ളത് അതിശയകരമായ കാര്യമാണ്. ദൈവത്തെ കൊണ്ട് ഇന്നും ചിലതൊക്കെ കഴിയും. ഒന്നും പാഴായി പോയിട്ടില്ല, ഒന്നും ശൂന്യമായി പോയിട്ടില്ല. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. അങ്ങെങ്കിലും ഭൂമിയുടെ ഉപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചാണ്, വേറെ ആരെക്കുറിച്ചല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനോമേ ധരിക്കുന്ന വസ്ത്രങ്ങളോ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഏതെങ്കിലും ഗാംഭീര്യതയോ അതിൻ്റെ എന്തെങ്കിലും താളാത്മകതയോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. പുറമേയുള്ള പുറംമോടികൾ കണ്ട് കർത്താവ് മടുത്തിരിക്കുക. അത്തിവൃക്ഷത്തെ നോക്കിയപ്പോൾ ഒരു ഫലം കിട്ടും എന്ന് വിചാരിച്ച് അതിൻ്റെ അടുക്ക ചെന്ന് നോക്കിയപ്പോൾ ഇലയല്ലാതെ ഒരു ഫലം പോലും ഇല്ലാതിരുന്നു എന്ന് പറയുന്നത് പോലെ അല്ലേ ഇപ്പോഴത്തെ അവസ്ഥ? അതിനൊരു മാറ്റമുണ്ടാകണമെന്ന് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കണം. തെറ്റുള്ള കാര്യമല്ല. ഒരിക്കൽ ഒരു പഠന സംഘം ഇങ്ങനെ യാത്ര പോവുകയായിരുന്നു. കുറേയേറെ ചെറുപ്പക്കാരുണ്ട് അതിനകത്ത്. അവർ പോകുന്ന വഴിയിൽ ചില ആളുകൾ അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവരൊരു കാര്യം ശ്രദ്ധിച്ചു. അവരെ ചെന്ന് നോക്കുന്ന സമയങ്ങളിലൊക്കെ ചില പ്രത്യേകതരം മരങ്ങളാണ് അവർ വെട്ടിയെടുക്കുന്നത്. എന്നാൽ അതിലേറ്റവും വണ്ണമുള്ളതും നല്ല ഉയരമുള്ളതുമായ ഒരു മരം അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ആ മരത്തെ ഇവർ വെട്ടുന്നില്ല. ആ മരം ഓടിച്ചെന്ന് അവരോട് ചോദിച്ചു, ഇത്രയും വലിയൊരു മരമുണ്ടായിട്ട് അതെന്താ നിങ്ങൾ വെട്ടിയെടുക്കാത്തത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, ഇതിന് കാണാനുള്ള വണ്ണവും
ഈ ഉയരവ് മാത്രമേ ഉള്ളൂ, ശിഖരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉപയോഗമില്ല. ഇതിൻ്റെ അകം മുഴുവൻ പൊള്ളയാണ്, അകത്ത് യാതൊരു കാതലുമില്ല, പുറത്ത് കാണുന്ന ആ പുറന്തോടല്ലാതെ വേറൊന്നുമില്ല. ഇത് വെട്ടിയെടുത്തിട്ട് ഞങ്ങൾക്ക് തീ കത്തിക്കാൻ പോലും കൊള്ളത്തില്ല, പാഴ്മരമായിട്ട് പോലും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ടത് നിന്ന് വളരട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഇങ്ങനെയാണോ നമ്മുടെ അവസ്ഥയെങ്കിൽ നമ്മൾ തിരിഞ്ഞു വന്ന് ദൈവത്തെങ്കിലേക്ക് നോക്കി, കർത്താവെ, എൻ്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മടങ്ങി വരാൻ ആവശ്യമുണ്ടെന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനാണ് സ്തോത്രം. അടിയങ്ങളെ ഓരോരുത്തരെയും ഈ ഭൂമിയുടെ ഉപ്പ് എന്ന നിലയിൽ ഇവിടെ ആക്കി വച്ചിരിക്കുമ്പോൾ ആ ഉദ്ദേശം മനസ്സിലാക്കി ജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.